സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി ചെയർമാൻ ചക്ക് ഗ്രാസ്ലി, റാങ്കിംഗ് മെമ്പർ ഡിക് ഡർബിൻ എന്നിവർ 2025 സെപ്റ്റംബർ 29-ന് H-1B L-1 വിസ പരിഷ്കരണ നിയമം 2025 വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ വിദഗ്ധ തൊഴിലാളി വിസ പരിപാടികളിൽ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പ്രധാന ഉഭയകക്ഷി ശ്രമമാണിത്. ഈ വിസ പരിപാടികൾ അമേരിക്കൻ തൊഴിലാളികളെ കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ വെച്ച് മാറ്റി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സെനറ്റർമാർ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്കിടയിലാണ് പുതിയ നിയമനിർമ്മാണം വരുന്നത്. H-1B L-1 വിസ പരിപാടികൾ ബിസിനസ്സുകൾക്ക് മികച്ച കഴിവുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു കോൺഗ്രസ് ഉണ്ടാക്കിയതെന്ന് ഗ്രാസ്ലി പറഞ്ഞു. രാജ്യത്ത് അത്തരം കഴിവുള്ളവരെ കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് ഈ വിസകൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ വർഷങ്ങളായി പല തൊഴിലുടമകളും അമേരിക്കൻ തൊഴിലാളികളെ ഒഴിവാക്കി കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ഈ വിസകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡർബിനും ഈ ആശങ്കകൾ പങ്കുവച്ചു. വലിയ കമ്പനികൾ ആയിരക്കണക്കിന് അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിടുന്നു. അതേസമയം ആയിരക്കണക്കിന് വിദേശ തൊഴിലാളികൾക്കായി വിസ അപേക്ഷകൾ സമർപ്പിക്കുന്നു. അവർക്ക് കുറഞ്ഞ വേതനവും മോശം തൊഴിൽ സാഹചര്യങ്ങളുമാണ് നൽകുന്നത്. ഇതൊരു വൈരുദ്ധ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ബില്ലിന് 2 പാർട്ടികളിൽ നിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. സെനറ്റർമാരായ ടോമി ട്യൂബർവില്ലെ, റിച്ചാർഡ് ബ്ലൂമെൻതാൻ, ബെർണി സാൻഡേഴ്സ് എന്നിവർ ഈ ബില്ലിന്റെ ആദ്യ സഹ സ്പോൺസർമാരാണ്. ഈ പരിഷ്കരണ ബില്ലിന്റെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, തൊഴിലന്വേഷണത്തിലുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരും. തൊഴിലുടമകൾ H-1B വിസ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് 30 ദിവസം മുമ്പെങ്കിലും പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ വെബ്സൈറ്റിൽ ഒഴിവുകൾ പരസ്യം ചെയ്യണം. ഇത് അമേരിക്കൻ തൊഴിലാളികൾക്കും നിലവിൽ H-1B വിസയിലുള്ളവർക്കും ആദ്യം അപേക്ഷിക്കാൻ അവസരം നൽകും. നിലവിലെ രീതികളിൽ നിന്ന് ഇതൊരു വലിയ മാറ്റമാണ്. ഇപ്പോൾ പല കമ്പനികളും അമേരിക്കൻ തൊഴിലാളികളെ കണ്ടെത്താൻ വളരെ കുറഞ്ഞ ശ്രമം മാത്രമാണ് നടത്തുന്നത്. വേതനത്തിലും പിഴകളിലും വലിയ പരിഷ്കാരങ്ങൾ വരും. തൊഴിലുടമകൾക്ക് കൂടുതൽ കർശനമായ വേതന നിയമങ്ങൾ ഉണ്ടാകും. നിയമം ലംഘിക്കുന്നവർക്ക് $25,000 വരെ പിഴ ചുമത്തും. സ്പെഷ്യാലിറ്റി ഒക്യുപ്പേഷൻ എന്നതിന്റെ നിർവചനം ഈ ബിൽ കൂടുതൽ ശക്തമാക്കും. H-1B തൊഴിലാളികൾക്ക് അവരുടെ ജോലിയുമായി നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളിൽ ബാച്ചിലേഴ്സ് ബിരുദമോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. നിലവിൽ ഈ നിർവചനത്തിൽ പല പഴുതുകളുമുണ്ട്. അത് അടക്കാൻ ഈ നിയമം സഹായിക്കും. നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങളിലും മാറ്റങ്ങൾ വരും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന് ലേബർ കണ്ടീഷൻ അപേക്ഷകളിൽ ഫീസ് ഈടാക്കാൻ അധികാരം ലഭിക്കും. കൂടാതെ 200 അധിക എൻഫോഴ്സ്മെന്റ് സ്റ്റാഫുകളെ നിയമിക്കാനും DOLന് കഴിയും. ആദ്യമായി H-1B അന്വേഷണങ്ങൾക്കായി DOLന് അധികാരം ലഭിക്കും. വലിയ H-1B തൊഴിലാളികളുള്ള കമ്പനികൾക്ക് വാർഷിക ഓഡിറ്റുകൾ നിർബന്ധമാക്കാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വിസകൾക്ക് മുൻഗണന നൽകുന്ന കാര്യത്തിലും മാറ്റങ്ങളുണ്ട്. അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് STEM വിഷയങ്ങളിൽ ഉയർന്ന ബിരുദങ്ങൾ നേടിയ അപേക്ഷകർക്ക് H-1B വിസകൾക്ക് മുൻഗണന നൽകാൻ ഈ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ തൊഴിലാളികളുടെ ക്ഷാമമുള്ള മേഖലകളിലെ ബിരുദധാരികൾക്കും ഉയർന്ന വേതനം നൽകുന്ന തൊഴിലുടമകൾക്കും മുൻഗണന ലഭിക്കും. ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ തൊഴിലാളികളെയും കുടുംബങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. H-1B വിസ ലഭിക്കുന്നവരിൽ ഏകദേശം 71% ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ പുതിയ H-1B വിസ അപേക്ഷകളിൽ പകുതിയിലധികം സമർപ്പിച്ചത് ഇന്ത്യക്കാരാണ്. ഈ വലിയ പ്രാതിനിധ്യം കാരണം വിസ പരിപാടിയിലെ ഏതൊരു നിയന്ത്രണവും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കും. ഈ പരിഷ്കാരങ്ങളുടെ സമയവും ട്രംപിന്റെ $1,00,000 ഫീസ് വർധനവും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു ക്രൂര തമാശയായി മാറിയിരിക്കുകയാണ്. നോർത്ത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ സ്ഥാപകൻ സുധാംശു ഷിക്ക് ഈ വ്യവസ്ഥയെ തകർച്ച എന്നാണ് വിശേഷിപ്പിച്ചത്. 120 സർവകലാശാലകളിലായി 25,000-ലധികം അംഗങ്ങളുള്ള സംഘടനയാണിത്. ഇതൊരു നേരിട്ടുള്ള ആക്രമണമായി തോന്നി. കാരണം ഫീസ് ഇതിനകം അടച്ചു കഴിഞ്ഞു. ഓരോ വിദ്യാർത്ഥിക്കും $50,000 മുതൽ $1,00,000 വരെ നഷ്ടമായി. ഇപ്പോൾ അമേരിക്കൻ തൊഴിൽ വിപണിയിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും ലാഭകരമായ വഴി ഇല്ലാതായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2023 അമേരിക്കയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 4,65,000 പേർ ഇന്ത്യക്കാരായിരുന്നു. അവർക്ക് ഇപ്പോൾ ഒരു അനിശ്ചിത ഭാവിയാണ്. F-1 സ്റ്റുഡന്റ് വിസയിൽ നിന്ന് H-1B വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള സാധ്യതയെ ചുറ്റിപ്പറ്റിയാണ് പലരും തങ്ങളുടെ ജീവിതം മുഴുവൻ ആസൂത്രണം ചെയ്തത്. ആ സ്വപ്നങ്ങൾ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. ഈ പരിഷ്കാരങ്ങൾ പ്രൊഫഷണൽ രംഗത്തെ സ്ഥാനചലനത്തിനും കുടുംബങ്ങളെ വേർപെടുത്തുന്നതിനും കാരണമാകും. അതിരുകടന്ന ഓഫ് ഷോറിംഗ് എന്ന് കുടിയേറ്റ വിദഗ്ധർ വിളിക്കുന്ന ഒരു പ്രവണത ഇത് വേഗത്തിലാക്കും. അമേരിക്കയിൽ ജീവിതം കെട്ടിപ്പടുത്ത ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് തങ്ങളുടെ ഭാവി വീണ്ടും ആലോചിക്കേണ്ടി വരും. പലർക്കും കുടുംബങ്ങളെ വേർപിരിയേണ്ടി വരും. പ്രത്യേകിച്ച് ഡോക്യുമെന്റഡ് ഡ്രീമേഴ്സ് എന്നറിയപ്പെടുന്ന കുട്ടികളെ ഇത് ബാധിക്കും. ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ് കാരണം നിയമപരമായി അമേരിക്കയിലെത്തിയ ഈ കുട്ടികൾക്ക് 21 വയസ്സ് തികയുമ്പോൾ നാടുകടത്തൽ ഭീഷണി നേരിടേണ്ടി വരും. കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡേവിഡ് ജെ ബിയർ പറയുന്നതനുസരിച്ച് 2023 മാർച്ചിലെ കണക്ക് അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ് 1.07 ദശലക്ഷത്തിലെത്തി. ഏകദേശം 1,34,000 കുട്ടികൾക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിന് മുമ്പ് പ്രായപരിധി കഴിയും.
ഇന്ത്യൻ IT കമ്പനികൾക്ക് ഇത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രധാന IT സ്ഥാപനങ്ങൾക്ക് ഓരോന്നിനും $150 മുതൽ $550 ദശലക്ഷം വരെ അധിക ഇമിഗ്രേഷൻ ഫീസായി നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അവരുടെ മുൻകാല വിസ സ്പോൺസർഷിപ്പ് നിലവാരം അനുസരിച്ചാണ് ഈ കണക്ക്. ഇൻഫോസിസിന്റെ ഏകദേശം 3.3% ജീവനക്കാർ H1B വിസയിലാണ്. ഇത് വലിയ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള സ്ഥാപനമാണ്. TCS 2.2% ജീവനക്കാരുമായി തൊട്ടുപിന്നിലുണ്ട്. ഈ കമ്പനികളുടെ വരുമാനത്തിന്റെ ഏകദേശം 55% അമേരിക്കൻ വിപണിയിൽ നിന്നാണ്. അതിനാൽ വിസ നിയന്ത്രണങ്ങൾ അവരെ കാര്യമായി ബാധിക്കും. സാമ്പത്തിക കണക്കുകൾ വളരെ വ്യക്തമാണ്. ഇന്ത്യൻ IT കമ്പനികൾക്ക് ഒരു H1B തൊഴിലാളിയിൽ നിന്ന് പ്രതിവർഷം $15,000 മുതൽ $20,000 EBITDA ലഭിക്കാറുണ്ട്. എന്നാൽ ട്രംപിന്റെ $1 ലക്ഷം ഫീസ് ഒരു വിസ ഉടമയിൽ നിന്നുള്ള 5-6 വർഷത്തെ ലാഭം ഇല്ലാതാക്കും. H1B വിസകൾക്ക് പരമാവധി 6 വർഷത്തെ കാലാവധിയുണ്ട്. അതിനാൽ IT സ്ഥാപനങ്ങൾ H1B വിസകളിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട് എന്ന് ജെഫറീസ് അനലിസ്റ്റുകൾ പറയുന്നു. ഈ മാറ്റങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യൻ IT കമ്പനികൾ 4 തന്ത്രപരമായ മാറ്റങ്ങൾ വേഗത്തിലാക്കുന്നുണ്ട്. ഒന്നാമതായി, ഇന്ത്യയിലേക്കും മറ്റ് കുറഞ്ഞ ചെലവിലുള്ള സ്ഥലങ്ങളിലേക്കും ജോലികൾ കൂടുതൽ ഓഫ്ഷോർ ചെയ്യുക. രണ്ടാമതായി, അമേരിക്കയിൽ തന്നെ ആളുകളെ നിയമിക്കുക. എന്നാൽ ഇതിന് ചിലവ് വളരെ കൂടുതലാണ്. മൂന്നാമതായി, അമേരിക്കൻ സ്ഥാപനങ്ങളുമായി സബ് കോൺട്രാക്റ്റിംഗ് കരാറുകൾ ഉണ്ടാക്കുക. നാലാമതായി, മെക്സിക്കോയിലേക്കോ കാനഡയിലേക്കോ പ്രവർത്തനങ്ങൾ മാറ്റുക. എന്നാൽ ഈ ബദൽ മാർഗങ്ങൾക്കും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. അമേരിക്കയിൽ ആളുകളെ നിയമിക്കുന്നതിന് H1B തൊഴിലാളികളേക്കാൾ വളരെ കൂടുതൽ ചിലവ് വരും. സബ് കോൺട്രാക്ട് ആണെങ്കിൽ സേവനത്തിന്റെ ഗുണനിലവാരത്തിലും സമയബന്ധിതമായ ഡെലിവറിയിലും കമ്പനിക്ക് നിയന്ത്രണം കുറയും. ഈ മാറ്റങ്ങൾ സമൂഹത്തിലും സംസ്കാരത്തിലും ഉണ്ടാക്കുന്ന മാനസികമായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പതിറ്റാണ്ടുകളായി ഇന്ത്യക്കാർക്ക് അമേരിക്കൻ സ്വപ്നം നേടാനുള്ള പ്രധാന വഴിയായിരുന്നു H1B വിസ. ചെറിയ ഇന്ത്യൻ പട്ടണങ്ങളിൽ നിന്നുള്ള പ്രോഗ്രാമർമാർ സിലിക്കൺ വാലിയിൽ ഉയർന്ന വരുമാനമുള്ളവരായി മാറി. കുടുംബങ്ങൾ മധ്യവർഗത്തിലേക്ക് ഉയർന്നു. ഈ പുതിയ ആഗോള സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ മുഴുവൻ മേഖലകളും മാറി. ഈ വിസ പരിപാടി വ്യക്തികളുടെ ജീവിതത്തെ മാത്രമല്ല, ഈ കുടിയേറ്റ രീതിയിലൂടെ ലഭിച്ച പണത്തെയും അവസരങ്ങളെയും ആശ്രയിച്ച് ജീവിച്ച ഇന്ത്യയിലെ മുഴുവൻ സമൂഹങ്ങളെയും മാറ്റിമറിച്ചു. പെട്ടെന്നുണ്ടായ ഈ നയപരമായ മാറ്റങ്ങൾ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ വലിയ ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ട്. കുടിയേറ്റ അഭിഭാഷകരും നയതന്ത്ര വിദഗ്ധരും പറയുന്നത് ആളുകൾ പരിഭ്രാന്തരാകുന്നു എന്നാണ്. സമയപരിധിക്ക് മുമ്പ് അമേരിക്കയിലേക്ക് മടങ്ങാൻ കുടുംബങ്ങൾ നെട്ടോട്ടമോടുന്നു. വിദ്യാർത്ഥികൾ തങ്ങളുടെ കരിയർ ലക്ഷ്യങ്ങൾ മുഴുവൻ പുനർചിന്തനം ചെയ്യുന്നു. ഈ മാനസിക ആഘാതം വിസ ഉടമകളെ മാത്രമല്ല, അമേരിക്കൻ വിദ്യാഭ്യാസത്തിൽ വലിയ നിക്ഷേപം നടത്തിയ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ഈ പലായനം പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത പ്രൊഫഷണൽ സാംസ്കാരിക ശൃംഖലകളെ തകർക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയിലെ മെഡിക്കൽ തൊഴിലാളികളിൽ ഏകദേശം 6% ഇന്ത്യൻ ഡോക്ടർമാരാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM തുടങ്ങിയ വലിയ കമ്പനികളുടെ തലപ്പത്ത് ഇന്ത്യൻ വംശജരാണുള്ളത്. ഈ വിസ നിയന്ത്രണങ്ങൾ നിലവിലുള്ള ഈ സമൂഹങ്ങളെയും പ്രൊഫഷണൽ സംവിധാനങ്ങളെയും ശിഥിലമാക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്. അമേരിക്കയുടെ കർശനമായ വിസ നിയമങ്ങൾ വിപരീത ബ്രെയിൻ ഡ്രെയിൻ വഴി ഇന്ത്യക്ക് ഗുണകരമാകുമെന്നാണ് അവരുടെ വാദം. ഹാർവാർഡ് ലോ സ്കൂളിലെ മുൻ വിശിഷ്ട ഫെലോ വിവേക് വാധ്വ പറയുന്നത്, ട്രംപിന്റെ $1 ലക്ഷം H1B ഫീസ് അമേരിക്കയ്ക്ക് സാമ്പത്തിക ആത്മഹത്യയാണ്. ഇത് ഇന്ത്യൻ പ്രതിഭകളെ നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധരാക്കും. അവർ തങ്ങളുടെ കഴിവുകളും സമ്പാദ്യങ്ങളും ആഗോള അനുഭവങ്ങളും കൂടെ കൊണ്ടുപോകും. ഇന്ത്യയെ ഒരു ഇന്നോവേഷൻ ഹബ്ബാക്കി മാറ്റാനും ഇത് സഹായിച്ചേക്കാം. ഇന്ത്യൻ സർക്കാർ നയതന്ത്ര തിങ്ക് ടാങ്കിന്റെ മുൻ തലവൻ അമിതാഭ് കാന്ത് പ്രവചിച്ചത് ഇങ്ങനെയാണ്: ഡൊണാൾഡ് ട്രംപിന്റെ $1 ലക്ഷം H1B ഫീസ് US ഇന്നോവേഷനെ ശ്വാസം മുട്ടിക്കും, ഇന്ത്യയുടെ ഇന്നോവേഷനെ ശക്തിപ്പെടുത്തും. ആഗോള പ്രതിഭകൾക്ക് വാതിൽ കൊട്ടിയടക്കുന്നതിലൂടെ അമേരിക്ക അടുത്ത തരംഗത്തിലെ ലാബുകൾ, പേറ്റന്റുകൾ, ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയെ ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും പൂനെയിലേക്കും ഗുഡ്ഗാവിലേക്കും തള്ളിവിടും. ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകളുടെ വികസനവും ഈ വിസ നിയന്ത്രണങ്ങൾ കാരണം വേഗത്തിലാകുന്നുണ്ട്. അമേരിക്കൻ കമ്പനികൾ AI വികസനം, ഗവേഷണം, തന്ത്രപരമായ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉയർന്ന മൂല്യങ്ങളുള്ള ജോലികൾ ഇന്ത്യയിലെ GCCകളിലേക്ക് മാറ്റുകയാണ്. ഈ പ്രവണത ഇന്ത്യയിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇത് തൊഴിലാളികളുടെ കുടിയേറ്റത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കും. India-US ബന്ധങ്ങളിൽ ഇതിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ദേശീയതയും ആഗോള പ്രതിഭകളും തമ്മിലുള്ള ഒരു പോരാട്ടമാണിത്. സാമ്പത്തിക വിദഗ്ധനായ സഞ്ജീവ് സന്യാർ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. H1B വിസകൾ പ്രധാനമായും അമേരിക്കക്കാണ് പ്രയോജനം ചെയ്യുന്നത്, ഇന്ത്യക്കല്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. സന്യാൽ പറഞ്ഞത്, H1B പ്രധാനമായും ഉപയോഗിക്കുന്നത് ആമസോൺ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികളാണ്, അല്ലാതെ ഇന്ത്യൻ കമ്പനികളല്ല. എന്തായാലും അവ IT കമ്പനികളാണെങ്കിൽ ആളുകൾ അമേരിക്കയിലേക്ക് പോകേണ്ട ആവശ്യമെന്താണ്? എവിടെ നിന്നും ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു വ്യവസായത്തിലാണ് നിങ്ങൾ. ഈ കാഴ്ചപ്പാടനുസരിച്ച് നയതന്ത്ര ബന്ധങ്ങളിൽ വിസകളെ ഒരു വിലപേശൽ വിഷയമായി ഉപയോഗിക്കുന്നത് ഇന്ത്യ
ഇന്ത്യ പുനർചിന്തനം ചെയ്യണം. പകരം ആഭ്യന്തര കഴിവുകൾ വളർത്തുന്നതിലും രാജ്യത്തിനുള്ളിൽ സാങ്കേതിക തൊഴിലാളികളെ ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ വിസ മാറ്റങ്ങളുടെ മാനുഷിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ ഐക്യത്തെയും നിലവിലുള്ള സമൂഹങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കുമെന്നതിലാണ് ആശങ്ക. ഈ നയപരമായ മാറ്റങ്ങൾ വിദഗ്ധ തൊഴിലാളികളുടെ സഞ്ചാരത്തെയും സാങ്കേതിക സഹകരണത്തെയും കുറിച്ചുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ധാരണയ്ക്ക് ഒരു അടിസ്ഥാനപരമായ വെല്ലുവിളിയാണ്. ഈ പരിഷ്കരണ ബില്ലിന്റെ ഉഭയകക്ഷി സ്വഭാവം സൂചിപ്പിക്കുന്നത് H1B L1 വിസകളോടുള്ള നിയന്ത്രിത സമീപനങ്ങൾക്ക് അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നാണ്. രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായാലും ഈ മാറ്റങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഇത് കാണിക്കുന്നു. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിനും കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കും അമേരിക്കയിലെ അവസരങ്ങളുടെയും നിലനിൽപ്പിന്റെയും സാഹചര്യത്തിൽ ഇതൊരു അടിസ്ഥാനപരമായ മാറ്റമാണ്. H1B വിസകൾ ഇന്ത്യൻ പ്രതിഭകളെയും അമേരിക്കൻ അവസരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വിശ്വസനീയമായ പാലമായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ് ഈ പരിഷ്കാരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അന്താരാഷ്ട്ര പ്രൊഫഷണൽ സഞ്ചാരത്തിനും സാങ്കേതിക സഹകരണത്തിനുമുള്ള തങ്ങളുടെ തന്ത്രങ്ങൾ പുനർചിന്തനം ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു.